ഡിപ്രീസിയേഷൻ. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? മലയാളത്തിൽ നമ്മൾ തേയ്മാനം എന്ന് പറയും. അപ്പോൾ അതായത് ഇപ്പം ഒരു വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് ബിൽഡിങ്, ഒരു നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്, മെഷീനറി, അതൊക്കെ അതിൻ്റെ വാല്യൂ വർഷം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു വെഹിക്കിൾസിൻ്റെ കേസ് എടുത്താൽ അറിയാം. അപ്പം യൂസ് കൂടുന്തോറും, അതായത് പഴകും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാല്യൂ കുറയുന്ന, ഈ വാല്യൂവിലുള്ള കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ വാല്യൂവിനുള്ള കുറവിന് കാരണം അത് ലെസ് എഫക്റ്റീവ് ആകുന്നു. അതായത് പുതിയ മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ അതേ കണ്ടീഷനിൽ പഴയ മെഷീൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ലോസ് ഉണ്ട്. ആ ലോസിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ്റെ മേജർ കോസുകളെന്ന് നോക്കാം, കാരണങ്ങൾ. ഫസ്റ്റ് വൺ, വിയർ ആൻഡ് ടിയർ, അതായത് തേയ്മാനം. വിയർ ആൻഡ് ടിയർ തേയ്മാനം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനറി ആയാലും അതിൻ്റെ തേയ്മാനം, ഇപ്പോൾ അതിൻ്റെ ബെയറിങ് തേയ്മാനം, ബാക്കി മൂവിങ് പാർട്സിൻ്റെ തേയ്മാനം, ചെയിൻസ്, അതിൻ്റെയൊക്കെ തേയ്മാനം. ഇനി ഫിസിക്കൽ ഡീക്കേ. അപ്പോൾ ഫിസിക്കൽ ഡീക്കേ എന്ന് പറയുമ്പോൾ നമ്മൾ ഫർണിച്ചർ, കേബിള്, പിന്നെ വെസൽസ്, ബിൽഡിംഗ് സ്ട്രക്ചർ, ഇവയൊക്കെയാണ്. അപ്പോൾ ബിൽഡിങ്ങിനൊക്കെ ഒരു ലൈഫുണ്ട്, ഒരു 50 വർഷം ഈ ഒരു ലൈഫുണ്ട്. അപ്പോൾ പുതിയ ബിൽഡിങ് പണിതാൽ തന്നെ അതിൻ്റെ ലൈഫ് വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലുള്ള ഡിപ്രീസിയേഷനാണ്. ഈ ഫർണിച്ചർ, ഇലക്ട്രിക് കേബിൾസിൻ്റെയൊക്കെ ഇൻസുലേഷനൊക്കെ ഡാമേജ് കുറേ വർഷങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കും. അതാണ് ഫിസിക്കൽ ഡീക്കേ എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കൊറോഷനാണ് ഉദ്ദേശിക്കുക, തുരുമ്പ് പിടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്രയാണ് ഡിപ്രീസിയേഷൻ്റെ മേജർ കാരണങ്ങൾ. ഇനി അടുത്ത ഡിഫേർഡ് മെയിൻ്റനൻസ് ആൻഡ് നെഗ്ലക്റ്റ്, അതായത് നമ്മുടെ പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ. നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവഗണിക്കുന്നത് മൂലം, അതായത് നമ്മളത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് മൂലമുള്ള അവസ്ഥയാണ് നെഗ്ലക്റ്റ് എന്ന് പറയുന്നത്. ഡിഫേർഡ് മെയിൻ്റനൻസ് ആൻഡ് നെഗ്ലക്റ്റ്. അപ്പം എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കാം. ലുബ്രിക്കേറ്റിംഗ് ഓയിൽ ഓഫ് പർട്ടിക്കുലർ ഗ്രേഡ് ഷുഡ് ബി യൂസ്ഡ്, അതായത് ഒരു മെഷീനറിയിൽ ഇപ്പോൾ പറയും, കമ്പനി അത് സപ്ലൈ ചെയ്യുന്ന മാനുഫാക്ചറർ പറയും ഒരു ഗ്രേഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിക്കണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ടാകും. ഇനി നമ്മുടെ വെഹിക്കിൾസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബൈക്കിൽ ഒഴിക്കാൻ ഒരു ഓയിലുണ്ട്, പിന്നെ ഫോർ വീലേഴ്സിന് ലൂബ്രിക്കേറ്റിംഗ് എഞ്ചിൻ ഓയിൽ വേറെ ഉണ്ട്. അതൊക്കെ ഓരോ ഗ്രേഡാണ്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്തിരിക്കണം. അത് തന്നെ യൂസ് ചെയ്തില്ല, ഇനി വേറെ ഗ്രേഡ് യൂസ് ചെയ്താൽ അതിൻ്റെ പെട്ടെന്ന് തന്നെ ആ എൻജിൻ ഓർ മെഷീൻ യൂസ്ലെസ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ചേഞ്ച് ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അറ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈം, അതായത് പീരിയോഡിക്കായിട്ട് മാറ്റും. നമുക്ക് ഓട്ടോമൊബൈൽസിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് നമുക്കൊരു കിലോമീറ്റർ റേഞ്ചൊക്കെ പറയുന്നുണ്ട്. ആ റേഞ്ചിനുള്ളിൽ തന്നെ ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മാറ്റണം. അല്ലെങ്കിലും വർക്ക് ചെയ്യും, പക്ഷെ വർക്ക് ചെയ്യുന്നതിന് ലൈഫ് കുറയും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അടുത്തത് സർവീസിങ് ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് ടൈം കിട്ടും, അതായത് മെഷീനിൻ്റെ റെഗുലർ സർവീസിങ്. നമുക്കൊരു ഓട്ടോമൊബൈലിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ കേസിലും നമ്മൾ വാഹനങ്ങളൊക്കെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, അതൊക്കെ കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യും, കൃത്യമായ കിലോമീറ്റർ റേഞ്ചുകളിൽ സർവീസ് ചെയ്യും. ഇനി പ്രഷർ ലിമിറ്റ് ഓൺ ഇറ്റ്സ് ടയേഴ്സ് എക്സെട്ര, അതായത് ടയറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതുപോലെ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഡിഫേർഡ് മെയിൻ്റനൻസ് ആൻഡ് നെഗ്ലക്റ്റ് എന്നതിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് കമ്പനി പറയുന്ന, മാനുഫാക്ചറർ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ മെഷീൻ ഓർ ടൂള് സപ്ലൈ ചെയ്ത മാനുഫാക്ചറർ ഓർ സപ്ലയർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനെയാണ് ഡിഫേർഡ് മെയിൻ്റനൻസ് ആൻഡ് നെഗ്ലക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അടുത്തത് അബ്നോർമൽ ഒക്കുറൻസ്, അതായത് അബ്നോർമൽ ഒക്കുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ ആക്സിഡൻസ്, പെട്ടെന്ന് അവിചാരിതമായിട്ടുണ്ടാകുന്നതാണ് ആക്സിഡൻസ്. ഇനി ഡിഫക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, നമ്മുടെ ഇപ്പോൾ നമ്മൾ വാങ്ങിയ മെറ്റീരിയലൊക്കെ നല്ലതായിരിക്കും, പക്ഷേ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും അതിന് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് പറ്റിയാൽ അത് ഡിഫക്റ്റീവായി പോകും. ഓക്കെ, അപ്പോൾ അത് ഒരു ഡിപ്രീസിയേഷൻ ഒരു കാരണമാണ്, ഡിഫക്റ്റീവ് മെറ്റീരിയൽസ്. മെഷീനൊക്കെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും ചില പാർട്സിനൊക്കെ ഈ ഒരു ചില പാർട്സൊക്കെ ഈ ലോഡിങ് അൺലോഡിങ്ങിലൂടെ ഡിഫക്റ്റീവായി മാറാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഇൻഅഡിക്വസി എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി ഓഫ് ആൻ അസറ്റ്, അതായത് ഒരു മെഷീൻ്റെ എഫിഷ്യൻസി കുറയുക. ഇനി അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം ഒരു ലെയ്ത്താന്നിരിക്കട്ടെ, ഇപ്പോൾ 2-3 വർഷം ഉപയോഗിച്ചു. ആ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഉപയോഗം കൂടുന്തോറും അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും അതിൻ്റെ
വാല്യൂ ഓർ അതിൻ്റെ പെർഫോമൻസ് കുറയുന്നതിനെയാണ് നമ്മൾ ഇൻഅഡിക്വസി എന്ന് പറയുന്നത്. അതായത് ഇൻഅഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്ന അർത്ഥത്തിലാണ്. അത് കൂടുതൽ ഉപയോഗിക്കും തോറും അതിൻ്റെ യൂസ് പഴയ എഫിഷ്യൻസിയിൽ അത് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിയുമ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് റീപ്ലേസ് ചെയ്യുന്നുണ്ട് വരും, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടി വരും. അതാണ് ഇൻഅഡിക്വസി. അപ്പോൾ ഇത്രയാണ് ഡിപ്രീസിയേഷൻ്റെ കോസ്. താങ്ക് യു.